പക്ഷെ അമ്മ അമൃതയുമായിട്ടുണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും അറിഞ്ഞില്ലേ? ഇനിയിപ്പോ അത് നടക്കോ? സ്വർണം കിട്ടാതെ കല്യാണം നടന്നിട്ട് എന്താ കാര്യം? നിന്റെ അമ്മയെ പറ്റി നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? ആകാശിന്റെ കൂടെ പഞ്ചരത്നത്തിൽ ഒന്ന് ചെന്ന് കേറാൻ പറ്റിയ ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആ സ്വർണം എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നതാ. അതും കൊണ്ടേ ഞാൻ പോരും. പറയും പോലെയൊക്കെ നടന്നാ കൊള്ളാം. നടത്തും ഞാൻ. ആ പിന്നെ നാളെ ഞങ്ങൾ പോകുന്ന കാര്യം ദിവ്യയോട് പറയണ്ട. എടാ, അവളും കൂടെ വന്നാ എല്ലാം അലമ്പാവും. ആ മോനെ സുമേഷേ, ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്ന ആ സ്വർണം എന്റെ കയ്യിൽ കിട്ടിയ അതോടെ ഞാൻ നിന്റെ ഭാര്യയുടെ കടം വീട്ടിയ അവക്കുള്ളതേ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എടയെ കേറാനോ തടസ്സപ്പെടുത്താനോ എന്റെ പൊന്നുമൻ കേറി വരരുത്. ആ ഓ നടന്നാ മതി. സമയം ഒരുപാടായി, എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട ചേച്ചി, വിശപ്പില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. മോള് വാ, ചേച്ചി വിളമ്പിത്തരാം. വേണ്ട ചേച്ചി, ചേച്ചി കഴിക്ക്. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സങ്കടപ്പെടണ്ട. നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ആകാശേട്ടൻ അറിഞ്ഞുകൊണ്ട് ആവില്ല ഒന്നും നടന്നത്. അംബിക മാമിയുടെ സ്വഭാവം നിനക്കറിയാലോ. പണ്ടേ കാശിനോട് ഭയങ്കര ആർത്തിയാ. മാമി ഇതൊന്നും ആകാശേട്ടനെ അറിയിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ സ്വന്തം മകന്റെ കല്യാണത്തിന്റെ മറവിൽ പണത്തിനു വേണ്ടി വിലപേശുന്ന ഒരാളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ? അതിനേക്കാളും നല്ലത് ഇവിടെ തന്നെ ജീവിക്കുന്നതാ. ജീവനെങ്കിലും സേഫ് ആയിരിക്കുമല്ലോ. നീ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നതിന്റെ പ്രശ്നം ഇതൊക്കെ. കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ ആകാശേട്ടൻ കൂടെ ഉണ്ടാവുമല്ലോ, പിന്നെന്ത് പേടിക്കാനാ? ആകാശേട്ടൻ ഉണ്ടായിട്ടും ഇതുവരെ നടന്നതൊന്നും അറിഞ്ഞില്ലല്ലോ. ഇനി എങ്ങനെ ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കും? വേണ്ട ചേച്ചി, ഇനി അത് ശരിയാവില്ല. ചേച്ചി, ദേഷ്യമുണ്ടോ എന്നോട്? എന്തിനാ? രണ്ടുപേരുടെ കല്യാണം തീരുമാനിച്ചിട്ട് അതിലൊന്നും നടക്കാതെ വന്നാൽ ഉണ്ടാവുന്ന നാണക്കേട് എനിക്കറിയാം. ഞാൻ കാരണം നിങ്ങൾക്കും പ്രയാസം ഉണ്ടാവും. നീ എന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? നിന്റെ സന്തോഷത്തെ കരുതിയല്ലേ അമൃതേച്ചി ഇത്രയൊക്കെ ചെയ്തേ. ആ ഞങ്ങൾക്ക് നീ കാരണം എന്ത് പ്രയാസം ഉണ്ടാവാനാ? മോള് മിടിക്കായിരിക്കും, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുത്തി കയറി ഇവിടെ വരെ എത്തിയ അനാഥ കുട്ടികളല്ലേ നമ്മള്. നമ്മള് ഇങ്ങനെ നിസ്സാരമായ ഒരു പ്രശ്നത്തിൽ തോറ്റുപോവാനോ? അമൃതേച്ചിയോട് പറയണം സങ്കടപ്പെടണ്ടെന്ന്. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണമെന്നും പറയണം. പിന്നെ കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുതെന്നും. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുട്ടികൾ കഴിച്ചോ? അമൃതയും അഖിലയും ഒന്നും കഴിച്ചിട്ടില്ല. നിർബന്ധിച്ചപ്പോ അനഘയും ആതിരയും ആരാധ്യയും ഒരല്പം കഴിച്ചു. എനിക്കും വിശപ്പില്ല കൃഷ്ണ, ഒന്നും വേണ്ട. ഒന്നും കഴിക്കാതിരുന്നത് എങ്ങനെയാ? എന്നാ ഞാനൊരു കാപ്പി എടുക്കട്ടെ? വേണ്ടടോ, താനവിടെ ഇരിക്കേ. മനസ്സിന് സുഖമില്ലാത്തപ്പോ വിശപ്പുണ്ടാവൂ. ഓരോ പ്രശ്നങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുമ്പോ അടുത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇതെന്താടോ ഇങ്ങനെ? ഇതിനിപ്പം അത്ര വിഷമിക്കാനൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്.
പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അവളുടെ മനസ്സ് മാറും. വല്ലാത്ത ഷോക്കായി പോയി അഖിലയ്ക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമൃതയെ കുത്തി നോവിക്കയില്ലായിരുന്നു. അതിലുള്ള കുറ്റബോധം ഒരു വശത്ത്, ആകാശം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടന്നെന്ന ദേഷ്യം മറുവശത്ത്. അവളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ പെരുമാറും. ഞാനൊരു വഴി പറയട്ടെ സർ. ആകാശിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയുക. ആകാശിനോട് നേരിട്ട് സംസാരിച്ച അഖിലയുടെ പിണക്കം മാറും. കൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ അതിന്റെ ബാക്കിയൊന്ന് ആലോചിച്ച് നോക്കി. ആകാശ് അറിയാതെയാണ് ഇതൊക്കെ ഉണ്ടായെന്നറിഞ്ഞാൽ അഖിലയുടെ മനസ്സ് മാറും. പക്ഷേ അംബികയ്ക്ക് അമൃത കൊടുത്ത വാക്ക് പറഞ്ഞിട്ട് ആ സ്വർണം അംബികയ്ക്ക് കൊടുക്കാതിരുന്ന അവര് സമ്മതിക്കൂ? ആ സ്ത്രീയാ സകല കുഴപ്പങ്ങൾക്കും കാരണം. അവരുടെ കരണകുറ്റിക്കിട്ടൊന്ന് കൊടുക്കുക വേണ്ടത്. ഇങ്ങനെയുണ്ട് മനുഷ്യ സ്ത്രീകൾ. മനുഷ്യര് പലതരത്തിലല്ലേ കൃഷ്ണ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതിയെന്ന് കരുതുന്നവര്, മനസ്സ് നിറയെ വെറുപ്പും പകയുമായി നടക്കുന്ന കലാവതിയെ പോലുള്ള ജന്മങ്ങള്, നല്ല കാലത്ത് കുടുംബം നോക്കാതെ തോന്നുമ്പടി കിടന്ന നമ്മളെപ്പോലുള്ളവര്, അതിനിടയിൽ സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയാവുന്ന അമൃതയെ പോലുള്ള സാധുക്കളും. എല്ലാവരും ചേർന്ന് ചവിട്ടി അരയ്ക്കുന്നത് അവളെ പോലുള്ളവരുടെ ജീവിത. സാറ് വിഷമിക്കണ്ട. അമൃതമോളുടെ മനസ്സിന്റെ നന്മ ഈശ്വരനെങ്കിലും കാണാതിരിക്കുവോ? അങ്ങനെ എന്നും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ? ശരിയാകും സർ. ഒരു വഴി തെളിയും. സർ ധൈര്യമായിട്ടിരിക്കേ. അമൃതേച്ചി, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, നിനക്ക് ഉറങ്ങാൻ നേരായില്ലേ? പോയി കിടക്ക്. എന്തു പറ്റി രണ്ടുപേർക്കും? എല്ലാത്തിനും കാരണം ഞങ്ങളല്ലേ. മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അഖില, ഇതൊക്കെ അറിഞ്ഞ അവള് കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അവൾ എത്രയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും ഞാനൊന്നും തുറന്നു പറയാതിരുന്നത്. ഒക്കെ വെറുതെ ആയി. അന്ന് കലാവതി വന്ന് ചേച്ചിയോട് സംസാരിക്കുമ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നതാ. ചേച്ചി എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കല്ല സഹിക്കുന്നതെന്ന് തോന്നി. എന്നിട്ടും ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് അഖിലേച്ചി അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ ചേച്ചിയല്ലേ, ചെയ്യാത്ത തെറ്റിനിങ്ങനെ പഴി കേൾക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞുപോയി. സോറി ചേച്ചി. നിങ്ങളൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. സാരല്ല, പോട്ടെ. എല്ലാം ഒന്ന് നേരെയായി വരികയാണെന്ന് വെറുതെ മോഹിച്ചു പോയി. അനക്കയുടെ അഖിലയുടെയും കല്യാണം നടന്നിരുന്നെങ്കിൽ എന്റെ വലിയൊരു ടെൻഷൻ മാറുമായിരുന്നു. പക്ഷേ ഈ അവസാന മുഹൂർത്തത്തിൽ അതും തകർന്നു. അഖിലേച്ചിയോട് ഒന്നുകൂടി സംസാരിച്ചാലോ? നമ്മൾ നിർബന്ധിച്ചാൽ സമ്മതിക്കാതിരിക്കോ? അവളെ നിങ്ങൾക്കറിയില്ലേ, കരിങ്കല്ലിന്റെ മനസ്സാ. ഒരു കാര്യം തീരുമാനിച്ചാ പിന്നത് മാറ്റാൻ പാടാ. അതുകൊണ്ടല്ലേ കാര്യം അറിഞ്ഞപ്പോ തന്നെ അവൾ ആകാശിനെ വിളിച്ചതും. ആകാശ് ഉറപ്പായും അംബിക മാമിയോട് ചോദിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ അവിടെയും പ്രശ്നമായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല മക്കളെ. 2 കല്യാണങ്ങൾ തീരുമാനിച്ചിട്ട് അതിലൊരെണ്ണം നടക്കാതെ വന്നാ എന്ത് സമാധാനാ പറയാ? ഓർത്തിട്ടേ എനിക്ക് പേടിയാവുന്നു. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അംബിക മാമിയല്ലേ. കല്യാണം മുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാ ഉള്ള സത്യം അങ്ങ് പറയണം. അവര് നാണം കെടട്ടെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ കുറച്ചേരം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ. അബീട്ടിനോട് പറഞ്ഞോ കാര്യങ്ങള്? പറഞ്ഞില്ല. പറഞ്ഞാ അഭി എന്നെ കുറ്റം പറയൂ.
ഞാനിങ്ങനെ ആരും അറിയാതെ ഓരോന്ന് ചെയ്തതിന്റെ കുഴപ്പമാണെന്ന് പറയും. അതുകൂടി കേൾക്കാൻ എനിക്കിനി വയ്യ. ചെല്ല്, പോയി കിടക്കാൻ നോക്ക. പൊക്കോ. ഹലോ അഭി. അഖിലേ, അഖിലേ, നേരം വെളുത്ത് ഈ നേരമായിട്ട് എഴുന്നേറ്റില്ലേ? ഈ പെങ്കൊച്ചിത്ത് എവിടെ പോയി കിടക്കുക? അഖിലേ, അഖിലേ, അഖിലേ. ആ, നീ ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? ഇന്നത് എന്തു പറ്റി? ഒരടുക്കും ചിട്ടയുണ്ടായിരുന്ന കുട്ടിയാ. ഇതിപ്പോ എല്ലാം അലങ്കോലമായി. നീയായിരുന്നു ബാത്റൂമില്. അപ്പോ അഖില എന്തിയെ? ഞാൻ കണ്ടില്ല. ഞാൻ എഴുന്നേറ്റപ്പോ മുറിയിലില്ലായിരുന്നു. അടുക്കളയിൽ കാണുമെന്ന് വിചാരിച്ചു. പുറത്തെങ്ങും ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കി. സിസിലി ചേട്ടത്തി പോയ പിന്നെ അവളല്ലേ മുറ്റടിച്ച് തൂക്കുന്നേ, അതും ചെയ്തിട്ടില്ല. പിന്നെ അവളിത് എവിടെ പോയി? രാവിലെ എന്തായാലും കുളി കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂം നനഞ്ഞു കിടക്കുമായിരുന്നു. ആ നനഞ്ഞ ടവലും അതിനകത്തുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവളെന്ന് വിളിച്ചു നോക്ക്. ആ അവള് ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഈശ്വര, ഇതെവിടെ പോയാവോ? പറയാതെ എങ്ങും പോകുന്നതല്ലല്ലോ അവള്. ആകെ മനസ്സ് വിഷമിച്ച അവസ്ഥയിലായിരുന്നു. എനിക്കാകെ പേടിയാവുക. അങ്കിളിനും രാവിലെ നടക്കാറങ്ങുന്ന ശീലമുണ്ടോ? അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയൊന്നുമല്ല. വെറുതെ ഇരുന്നപ്പോ ഒന്ന് ചുറ്റാന്ന് കരുതി, അത്രേ ഉള്ളൂ. വീട്ടിലിരുന്നിട്ട് ആകെ ഒരു ശ്വാസം മുട്ടല. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി ഇന്നലെ. ഞാൻ അറിഞ്ഞു. അമൃത രാത്രി വിളിച്ചിരുന്നു. അംബിക ആന്റി ആയിട്ട് അമൃത ഉണ്ടാക്കിയ ധാരണയൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആ സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ടാ ബാങ്കില് ലോണിന് അപേക്ഷിച്ചതും. അവൾക്കിതൊക്കെ എന്നോടെങ്കിലും പറയാമായിരുന്നു. എന്തിനാ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിലിട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്നേ? ഒടുവിൽ എന്താ ഉണ്ടാവുക? എത്ര നല്ല ഉദ്ദേശത്തോട് ചെയ്ത കാര്യമാണെങ്കിലും ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കും. അതായിപ്പോ ഈ അമൃതയുടെ സ്വഭാവം. എല്ലാം അങ്ങോട്ട് ഒറ്റയ്ക്ക് സഹിക്കുക. ഇതിപ്പോ ബാങ്കിന്റെയും ലോണിന്റെ ഒക്കെ കാര്യമായതുകൊണ്ടാ എന്നോടെങ്കിലും പറഞ്ഞത്. ഒന്നാലോചിച്ചാ ഇതിലൊന്നും കുറ്റം പറയാനും പറ്റില്ല. അവൾക്കൊരു അച്ഛന്റെ സഹായം ആവശ്യമായ കാലത്തൊന്നും ഞാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എന്റെ നിവൃത്തിയിടുകൊണ്ടാ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത്. അങ്ങനെ വന്ന ഒരാളെ വിശ്വസിക്കേണ്ട കാര്യം അവൾക്കും ഇല്ല. ഏയ്, അങ്കിള് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അല്ല, അഖില പിന്നെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞങ്ങളാരും അങ്ങനെ സംസാരിക്കാനൊന്നും പോയില്ല. സംസാരിക്കും തോറും അവളുടെ വാശി കൂടുകയുള്ളൂ. അഭിമന്യുവിന് അറിയാലോ അവളുടെ സ്വഭാവം. എല്ലാം ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കാന്ന് കരുതിയിരിക്കുക. അത് ചിലപ്പോൾ അഖിലേക്ക് വലിയ ഷോക്കായിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് എത്ര തവണ അമൃതയായിട്ട് വഴക്കുണ്ടാക്കിയത്. അമൃത ചെയ്തൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് കൂടിയാണെന്ന് അറിയുമ്പോൾ കുറ്റബോധം ഉണ്ടാവും.
അതാണ് ആ പൊട്ടിത്തെറിയായതും. എന്നാലും ആകാശിനെ വിളിച്ച് അവള് സംസാരിക്കുന്ന ഞങ്ങളാരും കരുതിയില്ല. അയാളാണെങ്കിൽ ഒന്നും അറിഞ്ഞതുമില്ല. മിക്കവാറും സഹദേവന്റെ വീട്ടിലും വഴക്കായി കാണും. ഞാൻ ആകാശിനോടൊന്ന് സംസാരിച്ചാലോ? അത് അഖിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സ് മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത്. കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് ഞാനും അമൃതയും കൂടി അവളോട് സംസാരിക്കാം. അമൃതയോട് സമാധാനമായിട്ടിരിക്കുക അങ്കിൾ പറ. ആ എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചില്ലേ, ഇനിയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. എല്ലാം ഓക്കെ ആവും. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എന്നാ പിന്നെ അങ്കിളെ ഞാനങ്ങോട്ട്. അബി, അച്ഛനായ ഞാനുണ്ടായിട്ടും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവൾക്ക് വിളിക്കാനും സഹായം ചോദിക്കാനും താനേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അത്രയ്ക്ക് വിശ്വാസമുള്ളൂ തന്നെ അമൃതയ്ക്ക്. രണ്ടുപേരുടെയും വാശികളൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ചു പോകുന്നതിനെ പറ്റി ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? എന്നാ ശരി. ശരി. എന്താ മോളെ? അല്ല, അച്ഛൻ ഇത് എവിടെയാ? ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. എന്താ മോളെ? അഖിൽ അച്ഛന്റെ കൂടെ ഉണ്ടോ? ഇല്ല, ഞാൻ വെളുപ്പിനെ ഇറങ്ങിയതല്ലേ. അതിലും വെളുപ്പിനെ അവൾ ഇറങ്ങി. എങ്ങോട്ട്? എവിടാ പോയത്? അറിയില്ല, ഞാനിവിടെ മുഴുവൻ നോക്കി, അവളെ കാണാനില്ല. അമൃത, നീ എന്താ ഈ പറയുന്നേ? അവൾ എവിടെ പോവാനാ? അവളെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കി, അവിടെ കാണും. ഇല്ലാന്നേ, ഞാനിനി നോക്കാൻ സ്ഥലമില്ല. അവളുടെ ഫോണിൽ വിളിച്ചു നോക്കിയോ? വിളിച്ചു, പക്ഷെ ഫോൺ ഇവിടെ ഇരിക്കുക, അവളത് എടുത്തിട്ടില്ല. അതിപ്പോ നടക്കാനെങ്ങാനും പോയി കാണുമോ? പിന്നെ ആ മടിച്ചല്ലേ നടക്കാൻ പോകുന്നേ. എനിക്കാകെ പേടിയാവുന്നുണ്ടച്ചാ. എങ്ങോട്ടാ ഇറങ്ങിപ്പോയെന്നൊന്നും അറിയില്ലല്ലോ, ഫോണും കൊണ്ടുപോയിട്ടില്ല. എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കേ. അടുത്തെങ്ങാനും പോയതായിരിക്കും അവള്. അച്ഛൻ അന്വേഷിക്കാം. ശരി. എന്തുപറ്റിങ്ങളെ? അല്ല, രാവിലെ മുതല് അഖിലെ കാണാനില്ലെന്ന്. ഫോണും കൊണ്ടുപോയിട്ടില്ല. അല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതാണെങ്കിലോ? ഏയ്, അങ്ങനെയാണെങ്കിൽ ആരോടും പറയാതെ പോവോ? ഫോൺ എടുക്കാതെ പോവോ? ഇന്നലെ ആകാശമായി വഴക്കിട്ടപ്പോഴേ അവൾ ആകെ സങ്കടത്തിലായിരുന്നു. എന്താ വിവേകവും കാണിക്കാൻ മടിക്കാത്തവളാ. അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം, വാ. കണ്ടോ മോളെ? ഇല്ല ചേച്ചി, ഞാൻ എല്ലായിടത്തും നോക്കി. ഈശ്വര, ഈ കുട്ടി പിന്നെ എവിടെ പോയി? എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. അച്ഛന്റെ കൂടെ ഇല്ല. ഇനി ഞാൻ എവിടെ അന്വേഷിക്കുക? പുറത്തൊക്കെ ഞാൻ നോക്കി, ഒരിടത്തും ഇല്ല. എന്റെ ഈശ്വര, ഈ കുട്ടി എന്താ ഇങ്ങനെ? എവിടെയെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പൊക്കൂടെ? എന്നെ എന്തിനാ ഇങ്ങനെ തീ തീറ്റിക്കുന്നേ? ചേച്ചി വിഷമിക്കാതിരിക്കെ, പുറത്തെവിടെയെങ്കിലും കാണും. എങ്ങനെയാ ഞാൻ വിഷമിക്കാതിരിക്കുന്നേ? ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു പാവം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരാള് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മുഴുവൻ നേരവും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. അമൃതേച്ചിയോട് പറയണം സങ്കടപ്പെടണ്ടെന്ന്. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണമെന്നും പറയണം. പിന്നെ കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുതെന്നും. ചേച്ചി, ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാനത് കാര്യമാക്കിയില്ല. മനപ്രയാസം കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ ഓർക്കുമ്പോ എന്താ അവള് പറഞ്ഞ? ചേച്ചിയോട് സങ്കടപ്പെടണ്ടെന്ന് പറയണം, പിന്നെ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കണമെന്നും കല്യാണത്തിന് നിർബന്ധിക്കരുതെന്നും പറഞ്ഞു. എന്തിനാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ? മോളെ, എനിക്ക് പേടിയാവുന്നു. അല്ല മോളെ, അഖില മോള് രാവിലെ എവിടെ പോയതാ?
അല്ല, വെളുപ്പിനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടെന്ന് പത്രം ഇടാൻ വരുന്ന പ്രഭാകരൻ പറഞ്ഞു.